കൽപ്പറ്റ നഗരത്തിലൂടെയാണ് റോഡ് ഷോ നടക്കുക. തമിഴ്നാട്ടിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുക. പ്രിയങ്ക ഗാന്ധിയും കനയ്യകുമാറും രാഹുലിനൊപ്പം വയനാട്ടിലെത്തും. സംസ്ഥാനത്തെ മുതിർന്ന UDF നേതാക്കളും റോഡ് ഷോയിൽ പങ്കെടുക്കും. രാഹുലിന്റെ വരവിനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് മണ്ഡലത്തിലെ UDF പ്രവർത്തകർ. ബൂത്ത് തലം മുതലുള്ള കൺവെൻഷനുകൾ ഇതോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി മറ്റു തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ നാളെ നോമിനേഷൻ കൊടുക്കപ്പെടുന്നതോടുകൂടി അതിൻ്റെ പ്രചാരണങ്ങളും മറ്റു പ്രവർത്തനങ്ങളും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയുള്ളത്. വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ നേടിയ റെക്കോർഡ് ഭൂരിപക്ഷം നിലനിർത്തുക എന്നതാണ് UDFന്റെ മുന്നിലുള്ള വെല്ലുവിളി. നിലവിൽ ബൂത്തുതല പ്രവർത്തനം തുടങ്ങിയെന്ന് UDF അവകാശപ്പെടുമ്പോഴും വയനാട്ടിൽ രാഹുലിനായുള്ള പ്രചാരണം സജീവമായിട്ടില്ല. നാളത്തെ റോഡ് ഷോയോടെ പ്രവർത്തകർ ആവേശത്തോടെ കളത്തിലിറങ്ങുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും റോഡ് ഷോയും കേരളത്തിലെ UDFന്റെ പ്രചാരണത്തിന്റെ മാസ് ലോഞ്ചാക്കി മാറ്റാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.